ഉണ്ടാക്കിയോണ്ട് പറയല്ലേ ഗൈസ്, അടിപൊളിയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു ഗൈസ്. അപ്പം നല്ല വിശപ്പ്. സോ ഞാൻ ഓർത്തു എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് ഞാൻ വാങ്ങി വെച്ച ഒരു മാഗീൻ്റെ ബാക്കി ഉണ്ടായിരുന്നേ. അപ്പം നമുക്കത് ഉണ്ടാക്കാം. എനിക്ക് യൂഷ്വലി മാഗി ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇടാത്ത മാഗി, അത് സിമ്പിൾ മാഗി. ബട്ട് ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇടാൻ ഓർത്തു. വെറുതെ എനിക്ക് ഉള്ളി കടിക്കാൻ കിട്ടുന്നത് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷേ ഞാനിന്നിങ്ങനെ ഉണ്ടാക്കാൻ ഓർത്തു. ഉണ്ടാക്കാം. സിമ്പിൾ റെസിപ്പി. ഫസ്റ്റ് നമ്മൾ ഇത് ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കുന്നു, അതിനകത്ത് ഇടുന്നു, വാട്ടുന്നു. മാഗി ഉണ്ടാക്കാൻ അറിയാത്ത ആരാ ഉള്ളത്? സോ നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ട് വരാം. ഉള്ളി മുറിക്കുമ്പോൾ മാത്രമല്ല ഗൈസ്, ഉള്ളി അടുപ്പത്തു നിന്ന് ആകുമ്പോഴും കണ്ണെരിയുന്ന ടീംസ് ഉണ്ടോ? നമ്മുടെ ഇപ്പി ഓൾമോസ്റ്റ് റെഡി ആവാറായി ഗൈസ്. ഇനി നമുക്ക് മസാല ചേർക്കണം. വിശക്കുമ്പോൾ ഇത് കഴിക്കുന്നത് അത്ര ഹെൽത്തി ഒന്നും അല്ല, ബട്ട് വല്ലപ്പോഴൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല. എപ്പോഴും കഴിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പം കഴിച്ചാൽ നമ്മൾ ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ട് കഴിക്കാവും. അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. സാറ്റിസ്ഫൈയിങ് മൊമെൻ്റ് ആണ്. ഓൾമോസ്റ്റ് ഡൺ. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള മാഗിയാണോ ഗൈസ് ഇഷ്ടം? എനിക്കാണെങ്കിൽ കുറച്ച് വെള്ളം അതിൽ നിൽക്കുന്നതാണ് ഇഷ്ടം, ബട്ട് ഇത് കുറച്ച് ഡ്രൈ ആയി പോയി. വാട്ടർ കുഴപ്പമില്ല. സോ നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മാഗി ഇവിടെ റെഡിയായി. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സ്പൂൺ വെച്ച് കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം കൈ വെച്ച് കഴിക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. സോ സ്പൂൺ വെച്ച് കഴിക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരും. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലേ ഗൈസ്, അടിപൊളിയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ദോസ് വർ എങ്ങനെ സാധാരണ മാത്രമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബൈ ഗൈസ്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്.